നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരിടത്തും എത്തിയില്ല എന്നൊരു തോന്നലുണ്ടോ? ദെൻ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർക്ക് പെട്ടെന്നായിരിക്കും സക്സസ് ഉണ്ടാവുക, പക്ഷെ ചില ആൾക്കാർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും സക്സസ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ പുറമേ ഭയങ്കര സക്സസ്ഫുൾ ആണ് എന്ന് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ഉള്ളുകൊണ്ട് മേ ബി ദേ വിൽ ബി ഡെഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് തന്നെ അറിയുന്ന ഒരാളുണ്ട്. കാശാണെങ്കിൽ അവർക്ക് നിറയെ കാശുണ്ട്, ദേ ആർ വെരി സക്സസ്ഫുൾ, വെൽ റെപ്യൂട്ടഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ദേ ഹാവ് മണി, എവറിത്തിങ്. ബട്ട് അവർക്ക് വളരെ ലേറ്റായിട്ട് തന്നെ ഒരു കുട്ടി ഉണ്ടായത്. ആ കുട്ടി ഉണ്ടായപ്പോൾ തന്നെ ആ കുട്ടിക്ക് കേൾവി ശക്തിയില്ല, സംസാരശേഷിയില്ല, ഒന്നുമില്ല. അപ്പോൾ ആ കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ സമ്പാദിച്ച് വെച്ചാൽ ഫുൾ പൈസയും പോകുന്നത്. പക്ഷെ അവർക്ക് മണി ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഹാപ്പി ഇൻസൈഡ്. അതുപോലെ എല്ലാവരുടെയും ലൈഫ് ഭയങ്കര ഡിഫറൻ്റ് ആയിരിക്കും. പുറമേ കാണുന്ന പോലെ സക്സസ്ഫുൾ ആൾക്കാർ ചിലപ്പം ഭയങ്കര ഹാപ്പി ആയിരിക്കില്ല, ദേ വുഡ് ബി ഡെഡ് ഇൻസൈഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും വേറൊരാളെ വെച്ച് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്യാനേ പാടില്ല. ബിക്കോസ് ഓരോരുത്തരുടെയും പാത്ത് ഡിഫറെൻ്റ് ആണ്, അവരുടെ സ്റ്റോറി ഡിഫറെൻ്റ് ആണ്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, അവർക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, യു ആർ ജസ്റ്റ് പ്രിപ്പയറിങ് യുവർ സെൽഫ്. ഒരു ഹോപ്പായിട്ട് മുന്നോട്ട് പോവുക. യു ജസ്റ്റ് നീഡ് ടു ഹാർഡ് വർക്ക്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സസ് ആവാൻ ഈ ഒരു ഡിലേ നിങ്ങളുടെ ലൈഫിൽ എന്തുകൊണ്ടാണ് ഉണ്ടായെന്നുള്ളതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ആ ടൈമിലായിരിക്കും കിട്ടുക.